മലയാളി എവിടെയുണ്ടോ അവിടെയുണ്ട് കറിവേപ്പ് അല്ലേ? മലയാളിയുടെ ഒരു വികാരമാണ് തേങ്ങ, ഓണം, കറിവേപ്പില. ഇതൊക്കെ എല്ലാ സദ്യക്കും എന്നെ വിളിക്കും, ഉണ്ണാൻ നേരത്ത് പറഞ്ഞു വിടും. കറിവേപ്പിന് ഭയങ്കര സങ്കടം. പക്ഷേ കറിവേപ്പില ഇല്ലാതെ മലയാളിക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഒടിച്ചെടുക്കാം. എന്നിട്ട് അത് കൊണ്ടുപോയി അതിൻ്റെ പുഴുകൊണ്ടോ പക്ഷിക്കാഷ്ടമുണ്ടോ, ചിലത്തിലൊക്കെ പുള്ളി കാണുമല്ലോ, പക്ഷികൾ പറന്നു പോകുന്ന വഴിക്ക് കാഷ്ടിച്ചിട്ട് അതെല്ലാം വെള്ളം ഇങ്ങനെ ഇരിക്കും, വെള്ള കുത്തുകളായിട്ട്. പിന്നെ ഇതുപോലെ വല കെട്ടിയിട്ടുണ്ടാവും. ഇതെല്ലാം നീക്കം ചെയ്തിട്ട് വേണം നമുക്ക് ഉണങ്ങാൻ. അപ്പം ഞാൻ ഒടിച്ചെടുക്കട്ടെ കേട്ടോ. ഒടിച്ചെടുക്കാൻ ഞാൻ തന്നെയല്ല, പുള്ളിക്കാരൻ ഒടിച്ചു തരും. ഒടിച്ചിട്ട് കാണിക്കാം. ഈ കറിവേപ്പിൻ്റെ ചുവട് കണ്ടോ? എന്തോറ കുഞ്ഞു കരിവേപ്പിലകളാണെന്ന് നോക്കി. അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഇത് മല്ലിച്ചപ്പോ അല്ലെങ്കിൽ ബിരിയാണി ചപ്പം എന്നൊക്കെ പറയണം കേട്ടോ. ഇതുണ്ടോ, എന്തോരം കുഞ്ഞി കരിവേപ്പുകളാണ്. ഇതൊന്നുമല്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കാര്യം. ഇത് ഞാനങ്ങ് കാണിച്ചെന്നേ ഉള്ളൂ. ഇതേ അത് മറ്റൊരു കറിവേപ്പ്. നമുക്ക് ഈ കറിവേപ്പിൻ്റെ കുറച്ച് ഇല അങ്ങോട്ട് ഒടിച്ചെടുക്കണം. ഇല നല്ല കുറേ അധികം. എന്നിട്ട് മലയാളി എവിടെയുണ്ടോ അവിടെയെല്ലാം കറിവേപ്പും ഉണ്ടല്ലോ, നമുക്ക് കയറ്റി അയക്കണം. ഉണങ്ങിയിട്ട് ഡ്രയറിൽ വെച്ച് ഉണങ്ങിയിട്ട് കയറ്റി അയക്കണം. ഇത് കണ്ടോ, കുറേ കറിവേപ്പില എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല കറിവേപ്പിലയുള്ള സമയത്ത് നമുക്കിത് ഉണങ്ങി വെക്കാം. അതുപോലെ ആർക്കെങ്കിലുമൊക്കെ വിദേശത്തേക്ക് കൊടുത്തു വിടണമെങ്കിൽ കൊടുത്തു വിടാം. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഒരാൾക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ ഈ കറിവേപ്പില എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇത് നമുക്ക് ഇത്ര ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ ഈ തണ്ടോടെ ഉണങ്ങുന്നേ. പക്ഷേ ഇതിലെല്ലാം എന്തെങ്കിലും പിന്നെ കരടോ പ്രാണികളൊക്കെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കണം. കറിവേപ്പിലയുടെ കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എങ്കിലും കണ്ടോ, ഇതുകൊണ്ട് ഇവിടെ കരടുള്ള കറിവേപ്പിലയുണ്ട്, കേടുള്ളതുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഓരോന്നും നോക്കിയിട്ട് വേണം ഇത് ഉണങ്ങാനായിട്ട്. ഉണങ്ങിയാലും ഇതിൻ്റെ മണവും നിറവും ഒന്നും പോകില്ല, പച്ചിച്ച് തന്നെയായിരിക്കും. നല്ല സ്മെല്ലും ഉണ്ട്. ഇപ്പം ഇതിന് വലിയ സൂക്ഷിച്ച് മണത്താലല്ലേ മണമുള്ളൂ, നമ്മളിതൊന്ന് ഞെക്കിയിട്ട് തിരുമ്മിയിട്ട്. പക്ഷെ ഉണങ്ങി കഴിയുമ്പോൾ അങ്ങനെയല്ല, നല്ല മണമാണ്. ഉണങ്ങിയിട്ടിങ്ങനെ ഡ്രയറിൽ നിന്ന് എടുത്ത് കഴിഞ്ഞാലും മുറിക്കകത്ത് വെച്ചാൽ മുറിക്കകത്തൊക്കെ നത്തം. അതുപോലെ അത് തിരുമ്മി പൊടിച്ച് കറിക്കകത്ത് ഇട്ടാൽ മതി. മുഴുവനോടെ വേണേലും ഇടാം. അപ്പം ഞാനിത് മുഴുവനൊന്ന് നോക്കി പെറുക്കിയെടുക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണിക്കാം. അപ്പോൾ ഇത് ഓരോന്നും എടുത്ത് നോക്കി പെറുക്കി ഇതിനകത്ത് എന്തെങ്കിലും കരടുള്ളതോ പ്രാണിയുള്ളതോ ഒക്കെ കളഞ്ഞിട്ട് നമ്മളിങ്ങനെ അടർത്തിയെടുത്തിട്ടാണ് ഡ്രയറിൽ വെച്ച് ഉണക്കുന്നത്. ഒരു തരം പൂമ്പാറ്റയ്ക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കറിവേപ്പില. അത് ആ പൂമ്പാറ്റ കറിവേപ്പിലാണ് വന്ന് ഇലയുടെ അടിയിലാണ് വന്ന് മുട്ടയിടുന്നത്. ഇതങ്ങനെയുള്ളൊരു പൂമ്പാറ്റയുടെ പുഴുവാണ്. പുഴു പ്യൂപ്പ അവസ്ഥയിലേക്ക് ആകാൻ തുടങ്ങുമെന്ന് തോന്നുന്നു. കണ്ടോ, കൊച്ചിനെ പോലെ ഇരിക്കുന്നല്ലേ. വിവേചന ശക്തി കൂടുതലുള്ളത് പലപ്പോഴും ജീവികൾക്കാണ്. കണ്ടോ, ഇത് കറിവേപ്പില മുട്ടയിടുന്ന ഒരു പൂമ്പാറ്റയുടെ പുഴുവാണ്. ഈ പുഴു പ്യൂപ്പാവസ്ഥയിലേക്ക് ആകാറായിട്ടുണ്ട്. ഇതിനി ഓറഞ്ച് കളറുള്ള ഒരു തരം കാറ്റർപില്ലർ അല്ലെ പൂമ്പാറ്റയായിട്ട് വരുന്നത്. ഇത് കറിവേപ്പിലും പിന്നെ നാരകത്തിലുമാണ് ഈ പുഴുക്കളെ അല്ലെങ്കിൽ ഈ പൂമ്പാറ്റയുടെ മുട്ടയും പുഴുക്കളും ഒക്കെ കൂടുതൽ കാണുന്നത്. അപ്പം ഞാനിപ്പോൾ ഈ കറിവേപ്പില നോക്കിയപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കണ്ടപ്പം നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. കറിവേപ്പില കണ്ടോ, കുറച്ചെടുത്തു. ഇതിൻ്റെ തണ്ട് കളയുന്നു. ഇതോ തണ്ടേന്ന് ഊർത്തിയെടുക്കണില്ല, തണ്ടോടെയാണ് എടുക്കുന്നത്. പക്ഷേ വലിയ കമ്പയെന്നത് നമ്മൾ അടർത്തിയെടുക്കുന്നുണ്ട്. ഓരോന്നും എടുക്കുമ്പോൾ ഇതുണ്ടോ, ഇത് തുളയുള്ളതുണ്ട്. പിന്നെ കറിവേപ്പ് പറമ്പിൽ നിൽക്കുന്നതല്ലേ, അതിൻ്റെ മുകളിൽ കൂടെ പക്ഷികളൊക്കെ പക്ഷികൾ പറക്കുന്ന ഇടയ്ക്കും കാഷ്ടിക്കും. അപ്പോൾ അത് എങ്ങനെ ഇലയിലേക്ക് തെറിച്ചിട്ട് വെളുത്തിരിക്കും. അപ്പോൾ ആ പക്ഷികളുടെ അങ്ങനെയുള്ള വെളുത്ത ഇലകളും പിന്നെ പൊത്തുള്ള ഇലകളും ഒക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ എടുക്കാൻ. ഇത് കണ്ടോ, ചുക്കിരി അല്ലെങ്കിൽ എട്ടുകാലിയുണ്ട് വല കെട്ടി വെച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ളതൊക്കെ വിഷമാണ്. നമ്മളതൊക്കെ മാറ്റിയിട്ട് വേണം ഇതുണങ്ങാൻ. കറിവേപ്പില നല്ലതല്ല ഇങ്ങനെ അടർത്തിയെടുത്തിട്ടുണ്ട്. ഒട്ടിപ്പിടിച്ചിരുന്നതും ചുരുണ്ടിരുന്നതും വല കെട്ടിയതും എല്ലാം കളഞ്ഞിട്ട് നല്ലതെടുത്തു. ഇനി നമുക്കിത് കൊണ്ടുപോയി
ഡ്രയറിൽ ഉണങ്ങാൻ കൊടുക്കുക. ഇത് കണ്ടോ വെള്ളം വരുന്ന തിളയ്ക്കുന്നത്. ഗ്യാസൊക്കെ കയറുവാണെങ്കിൽ നമുക്ക് ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഒരു 2 ഇതൾ കറിവേപ്പില ഇട്ടിട്ട് 2 മിനിറ്റ് തിളപ്പിച്ചിട്ട് ചൂടോടെ അങ്ങ് കുടിച്ചാൽ മതി. ഗ്യാസിൻ്റെ അസുഖമൊക്കെ അങ്ങ് മാറി നല്ല ഏമ്പക്കമിട്ട് ഗ്യാസ് പോകാൻ ഏറ്റവും നല്ലൊരു മരുന്നാണ് ഒരു ഒറ്റമൂലി. ഇനി ദാഹശമനിയായിട്ട് ഇത് കുടിക്കാം. കണ്ടോ കറിവേപ്പില ഡ്രയറിൽ കൊടുത്ത് ഉണങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ അതിൻ്റെ കളറും മാറിയിട്ടില്ല, നല്ല സ്മെല്ലുണ്ട് നല്ല. ഇനി നമുക്കിതിനെ ഇതുപോലെയുള്ള സിപ്പിലൊക്കെ കവറിലാക്കി സീൽ ചെയ്ത് വെക്കണം. കറിവേപ്പിലയുടെ പാക്കിങ് കഴിഞ്ഞു. കണ്ടോ സിപ്പ് ലോക്കിൽ ആക്കി ഇതേപോലെ ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ.